കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നേർച്ചയ്ക്കുള്ള രസീതെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇത് വെച്ചോ. ഇരിക്കട്ടെ DK, ഇനിയുണ്ടല്ലോ, എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിച്ചോളാം. നിങ്ങൾ അകത്ത് കയറി പ്രാർത്ഥിച്ചോളൂ. അല്ല, കുട്ടി അകത്തേക്ക് വരുന്നില്ലേ? ഇല്ല, എനിക്കൊരാള് കാണാനുണ്ട്. അത് കഴിഞ്ഞേ ഞാൻ വരുന്നുള്ളൂ. ശരി, വാ മക്കളെ. DK, ദേവീ മന്ത്രവും പ്രാർത്ഥനയും മാത്രമേ മനസ്സിൽ പാടുള്ളൂ, കേട്ടല്ലോ? പോയിക്കോളൂ. ആഹാ, ഇത് കൊള്ളാലോ. അമ്മയുടെ ജോലി മായച്ചി സ്ഥിരമായിട്ടങ്ങ് ഏറ്റെടുത്തോ? എന്നെങ്കിലും ഈ ജോലി സ്ഥിരമായിട്ട് ഏറ്റെടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ കട്ടില് കണ്ട് തൽക്കാലം മായച്ചി പനിക്കണ്ട. എല്ലാവരും കൂടി മൂകാംബികയിലേക്ക് പോയി വരുന്നവരല്ലേ ഉള്ളൂ ഈ ചുമതല. അത് കഴിഞ്ഞാ പിന്നെ എല്ലാം ജ്യോതിയിലേക്ക് തന്നെ മാറും. മാറിക്കോട്ടെ. ഇനി DKയും ജ്യോതിയും കൂടി ഒരുമിച്ചാലും ഞാൻ അതിൽ അത്ഭുതപ്പെടാനൊന്നും പോകുന്നില്ല. അപ്പൊ മായച്ചിക്ക് അവൾ ഇവിടുന്ന് പോണെന്ന് ഒരാഗ്രഹവും ഇല്ലേ? ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം എന്ത് ഫലം? ഇതുവരെ അവൾ ഇവിടുന്ന് പോകാനായിട്ട് നമ്മൾ ചെയ്തതത്രയും അവൾക്ക് അനുകൂലമായിട്ടല്ലേ വന്നത്. ഒടുവിൽ ആരൊക്കെയോ ചേർന്ന് അവൾക്ക് വിഷവും കൊടുത്തു. എന്നിട്ടും അവൾ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നു. അതുകൊണ്ട് അവളുമായിട്ടുള്ള ശീതയുദ്ധം ഞാൻ അങ്ങ് അവസാനിപ്പിച്ചു. ഇനി ആർക്കു വേണ്ടി അവളോട് യുദ്ധം ചെയ്യാൻ ഞാനില്ല. യുദ്ധം ചെയ്ത് മാത്രമല്ലല്ലോ ജയം. പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? ജ്യോതി തിരിച്ചു വരുമ്പോ നമ്മൾ അവളുടെ കൂടെ നിൽക്കണം. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണം. അവള് വീണ്ടും ഇവിടെ തന്നെ നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ അപ്പൊ നമുക്ക് പഴയതുപോലെ അവള് പുറത്താക്കാനുള്ള വഴികൾ ആലോചിക്കാം. അതൊക്കെ ഇനി നിങ്ങൾ ഒറ്റയ്ക്കങ്ങ് ചെയ്താ മതി. ഒന്നിനും ഞാനില്ല. അതെ, ഞാൻ വേറൊരു കാര്യം പറയാം. അവര് 3 പേരും കൂടി അമ്പലത്തിൽ പോയതോടുകൂടി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുക. ഇത് നമുക്ക് ശരിക്കൊന്ന് വിനിയോഗിച്ചാലോ? എങ്ങനെ? എല്ലാവർക്കും കൂടെ ഇന്നൊരു സിനിമയ്ക്ക് പോയാലോ? ഞാനില്ല, എനിക്കതിനുള്ള മൂഡില്ല. എന്തു പറ്റി? ഏഷണി പറഞ്ഞത് അങ്ങോട്ട് ഏറ്റില്ല അല്ലേ? ഞാൻ ഒരു ഏഷണിയും പറഞ്ഞില്ല. ഞാൻ കേട്ടു. എന്തായാലും മായേച്ചിയുടെ മനസ്സിന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാറോ ഇല്ലയോന്ന് നമുക്ക് നോക്കാം. ജ്യോതി ഇവിടെ സ്ഥാനം പിടിച്ചാലേ അതിന്റെ കുഴപ്പം മായച്ചിക്ക് തന്നെയാ. അത് മായച്ചിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ കാണുന്ന ഈ ശാന്തതയൊന്നും സമാധാനത്തിന്റെ വെള്ളക്കൊടി വീശലായിട്ടൊന്നും കാണണ്ട. അതൊരു പൊട്ടിത്തെറിക്ക് മുൻപുള്ള ശാന്തത മാത്രം. എന്തായാലും അവര് പോയിട്ടിങ്ങി വരട്ടെ. നമുക്കും പോണ അമ്പലത്തില് നമ്മുടെ ഭർത്താക്കന്മാരെ എല്ലാം ഒപ്പം കൂട്ടണം. അത് നല്ലതാ. അമ്മയെ പ്രാർത്ഥിച്ചിട്ട് വന്നാലേ മനസ്സിലെ കുശുമ്പിനൊക്കെ ഒരു കുറവ് വരും. താരേച്ചി ഉടനെ തന്നെ പോണേ.
ഈ രോഗത്തിന് അതേ മരുന്നുള്ളൂ. സുപ്രിയ, നീ എവിടെയെങ്കിലും ഇരുന്ന് ഇത് കാണുന്നുണ്ടോ? നിന്റെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിച്ചത്. ഇവിടുത്തെ കാറ്റിൽ നിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് എനിക്കറിയാം. എന്റെ ദേവി, ഇവരെ തമ്മിലൊന്ന് ഒന്നിപ്പിച്ചേക്കണേ. ഇവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്കിവിടെ ഒന്നുകൂടെ വരാൻ നീ എന്നെ അനുവദിക്കണേ. ദേവി, എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ. നമുക്ക് ഒരുമിച്ചൊരു പുഷ്പാഞ്ജലി കഴിപ്പിക്കാം അല്ലേ? ജ്യോതി, ആ, അപർണ എവിടെയായിരുന്നു? ഞാനിവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അയ്യോ, മോള് തൊഴുന്നില്ലേ? ഞാൻ ജനിച്ചപ്പോ തൊട്ട് കാണുന്നതല്ലേ. ഓ, അമ്മയെ തൊഴാതെ ഇവിടെ ഉള്ളവരുടെ ഒരു ദിവസം പൂർണ്ണ ആവില്ല. അമ്മേ, ദേ ശ്രീവേലി വരുന്നുണ്ട്. തൊഴുതോളൂ. ഓ, ആ, ഇനി നിങ്ങളെ ശ്രീകോവിലിൽ കയറി തൊഴുതോളൂ. വാ വാ മോനെ. അപർണ, ഈ സരസ്വതി മണ്ഡപം എവിടെയാ? ദാ അവിടെയാ, ഞാൻ കാണിച്ചു തരാം. DKക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്നൊരു പാട്ടൊക്കെ പാടാം. അയ്യോ വേണ്ടായേ, നല്ലൊരു സ്ഥലത്ത് അപശബ്ദം വേണ്ട. ഇതാണ് സരസ്വതി മണ്ഡപം. കേറിക്കോളൂ. അമ്മേ, ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ ഇരുന്ന് എന്തെങ്കിലും എഴുതുന്നത് ദേവിക്ക് വലിയ ഇഷ്ടമാ. ഓ, ദാ ഇത് പിടിക്കും, ഇതിലെഴുതിക്കോളൂ. അമ്മ എഴുതണ്ട, പ്രാർത്ഥിച്ചാ മതി കേട്ടോ. ഓ, ഇരിക്കും. എന്റെ ദേവി, ഇവരുടെ മനസ്സിൽ പരസ്പരം ലവ് തോന്നിപ്പിക്കണേ. എന്റെ അമ്മേ, അമ്മേ നാരായണ. ഇങ്ങ് തന്നെ നോക്കട്ടെ. ആ, ഹിറ്റ്ലറോ? അതാരാ? ആ, ആ,
കൊള്ളാം. നല്ല പേരാ, ഹിറ്റ്ലർ. അതിങ്ങ് തന്നെ. ആരാ ഈ സുപ്രിയ? എന്തുപറ്റി? എല്ലാവരുടെയും മുഖം മങ്ങിയല്ലോ. ആരാ സുപ്രിയ? മരിച്ചുപോയ ഇവന്റെ ആദ്യത്തെ ഭാര്യ. ആണോ? സുപ്രിയയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാ ഞാനോട് വന്നത്. ഇവിടെ വരണമെന്നായിരുന്നു സുപ്രിയയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഐതിഹ്യങ്ങളുടെ വലിയ കഥ പറയാനുണ്ട്. കുടജാദ്രിയിലെ ഗണപതി ഗുഹയിൽ തപസ് ചെയ്തിരുന്ന മൂകാസുരന്റെ മുന്നിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും തന്റെ കമണ്ഡലത്തിലെ ജലം അസുരന്റെ മുഖത്ത് തളിച്ച് ഉണർത്തുകയും ചെയ്തു. എന്നിട്ട് ബാക്കി വന്ന ജലം ബ്രഹ്മാവ് മൂകാസുരന് കുടിക്കാൻ വേണ്ടി നൽകി. ആവശ്യത്തിന് കുടിച്ചതിനു ശേഷം ബാക്കി വന്ന ജലം അസുരൻ നിലത്തൊഴിച്ചു കളഞ്ഞു. എന്നിട്ട് ബ്രഹ്മാവിന്റെ കമണ്ഡലുവിൽ നിന്നൊഴിച്ച ആ ജലമാണ് സൗപർണിക നദിയായി മാറിയതെന്നാണ് ഐതിഹ്യം. മൈ ഗോഡ്, വണ്ടർഫുൾ സ്റ്റോറി. കേൾക്കാൻ തന്നെ നല്ല സുഖമുണ്ട് കേട്ടോ. സൗപർണിക എന്ന പേരിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. സുപർണൻ എന്ന പേരുള്ള ഒരു ഗരുഡൻ ഈ നദീതീരത്ത് തപസ് ചെയ്ത് ദേവിയോട് ഈ നദി തന്റെ പേരിൽ അറിയപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു അത്ര. ദേവി അത് അനുവദിച്ചു എന്നാണ് സങ്കല്പം. സുവർണൻ, സൗപർണിക. ഗ്രേറ്റ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. അല്ല പറ്റി ആ അസുരനുണ്ടല്ലോ, അയാൾ അങ്ങോട്ട് പോയി. കോലമഹർഷിയെ കൊല്ലാൻ പോയ മൂകാസുരനെ ദേവി ശൂലം കൊണ്ട് കൊന്നു. അങ്ങനെ മൂകാസുരനെ വധിച്ചതുകൊണ്ടാ ദേവിക്ക് മൂകാംബിക ദേവി എന്ന പേര് വന്നത് തന്നെ. സുപ്രിയ, നീ പറഞ്ഞതുപോലെ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നിരിക്കുന്നു. എവിടെയാ നീ? ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് നീ ഈ ദീപങ്ങൾ കാണുന്നുണ്ടോ? സുപ്രിയ, ദാ ഇവിടെ ഈ സൗവർണികയുടെ തീരത്ത് ഞാനിരിക്കുന്നു. കാണുന്നുണ്ടോ നീ എന്നെ? ഹിറ്റ്ലർ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഒരുപാട് നാളായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ച ചോദ്യം. സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഈ ദീപങ്ങളാണ് സാക്ഷി. പറയൂ. ചോദിക്കേ. നിങ്ങള് മറ്റാരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും എപ്പോഴെങ്കിലും സ്നേഹം തോന്നിയിട്ടുണ്ടോ? ഉണ്ട് സുപ്രിയേ.
സുപ്രിയയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. മറ്റാരെങ്കിലും? അങ്ങനെ ചോദിച്ചാൽ ഇല്ല. പക്ഷേ സുപ്രിയയുടെ ഓർമ്മകൾ എന്റെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ സ്നേഹിച്ചു പോകുമായിരുന്ന ഒരാളുണ്ട്. അതാരാ? അത് എന്റെ ഉള്ളിലെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. കഴിഞ്ഞോ നിന്റെ ചോദ്യം? ഇല്ല, ഒരു ചോദ്യം കൂടിയുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഒരു നിമിഷത്തേക്കെങ്കിലും? ഇല്ല. വാ പോവാം. അതും ഇതും പറഞ്ഞു നിൽക്കാതെ വരാൻ നോക്ക്. ഹലോ ഹിറ്റ്ലറെ, പോവാണോ? എന്താ ഇത്ര ധൃതി? എന്തു പറ്റി? ഒന്നില്ല. ദേവിയുടെ അനുഗ്രഹം കുറച്ചെങ്കിലും എനിക്ക് കിട്ടുമെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. എന്നിട്ട്? എനിക്കതൊന്നും വിധിച്ചിട്ടില്ല. അത് തീരുമാനിക്കേണ്ടത് ദേവിയല്ലേ? സമയമാവട്ടെ, അപ്പൊ ദേവി അത് തെളിയിച്ചു തരും. എന്തൊരു പരിക്കൻ സ്വഭാവം അമ്മയുടെയും മോന്. ലൈഫിൽ നിന്ന് ലവ് പോയ പിന്നെ എല്ലാം പോയി മോളെ. അവൻ ഇങ്ങനായി പോയി. ഓ, എന്തൊരു ബോറനാ. ദീപം ഒഴുക്കി കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് പോവാം. വാ. അമ്മേ ദേവി. മലയാളിയാണല്ലേ? അതെ, തിരുവനന്തപുരത്ത് നിന്ന്. ഓ, പത്മനാഭസന്നിധിയിൽ നിന്ന് പരാശക്തിയെ കാണാൻ വന്നതാണല്ലേ? ഒറ്റയ്ക്കുള്ളോ? ഒറ്റയ്ക്കല്ല സ്വാമി, ഭാര്യയും അമ്മയും കൂടെയുണ്ട്. കുട്ടി ഏതാ? നല്ല മുഖപരിചയം. ഞാനിവിടെ അടുത്തുള്ളതാ. ഇന്ന് ഇവർക്കൊപ്പം അങ്ങ് കൂടി. ഓ, ഞാനൊരു ട്രാവൽ വ്ലോഗറാ. പേരപർണ. അത് നന്നായി. ഒരുപാട് കാലമായി സ്വാമി ഇവിടെ ഒന്ന് ദേവിയെ തൊഴണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്. അതിപ്പോഴാ ഒന്ന് സാധിച്ചത്. അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ വരാൻ സാധിക്കുന്ന ഇടമല്ല മൂകാംബിക സന്നിധി. ദേവി നമ്മളെ കാണാൻ ആഗ്രഹിക്കണം. ഒരുപാട് കാലമായി നിങ്ങൾ ദേവിയെ കാണാൻ ആഗ്രഹിച്ചു. പക്ഷേ ദേവി ഇപ്പോഴാ ആഗ്രഹിച്ചത്. ഇനി ദേവി അനുഗ്രഹിക്കും. അനുഗ്രഹിക്കണം. ദേവിയുടെ അനുഗ്രഹം തേടിയാ ഞങ്ങൾ വന്നത്. ഹൃദയം തൊട്ട് പ്രാർത്ഥിച്ചാൽ കനിഞ്ഞനുഗ്രഹിക്കുന്ന ദേവിയ ഉറപ്പായിട്ടും അനുഗ്രഹിക്കും. ആട്ടെ, കുടജാദ്രി പോകുന്നില്ലേ? അത് ഇവിടെ വരുന്നവർ കുടജാദ്രിയിലും ശങ്കരപീഠത്തിലും പോകണം. എന്നാലേ ദർശനം പൂർത്തിയാകൂ. ദേവി സ്വയംഭൂവായത് കുടജാദ്രിയിലാണ്. പോകണം സ്വാമി, ഞങ്ങൾക്ക് കുടജാദ്രി പോകണമെന്നുണ്ട്. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വാ. ഞാനിവിടെ ദേവീസന്നിധിയിൽ ഇരുന്നോളാം. അനുഭവങ്ങളുടെ ജീവിത സാക്ഷ്യമാണ് കുടജാദ്രി.
മൂകാംബികാദേവിയുടെ മൂലസ്ഥാനമാണ്. ഞാനും കൂടി വരാം. ക്ഷേത്രത്തിന് താഴെ നിന്നാ ജീപ്പ് കിട്ടുമല്ലോ. അത് വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. അത് പറ്റില്ല, ഞാനും വരും. ഇന്നത്തെ എന്റെ ദിവസം ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അത് നന്നായി. കുട്ടി കൂടെയുണ്ടെങ്കിൽ ഇവർക്കൊരു സഹായമാവും. അതെ. അതെ. അല്ല, കുടജാദ്രിയിലേക്ക് ഒരുപാട് ദൂരമുണ്ടോ? ഏകദേശം 42 കിലോമീറ്റർ ദൂരമുണ്ട്. ഓ, ആ കാട് മുഴുവൻ പരാശക്തിയുടെ സാന്നിധ്യമാണ്. നിങ്ങൾ പോയി വരൂ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. ഈ യാത്രയിൽ ഇനി ഇവിടെ കൂടി സഹിക്കണമല്ലോ. ഹലോ, അങ്ങനെ എന്നെ ഒഴിവാക്കി പോവാന്ന് നിങ്ങൾ കരുതണ്ട. ഇന്നൊരു ദിവസം എന്നെ സഹിച്ചേ പറ്റൂ.